Dear students, today I want to discuss the NCRT exercise solutions of the chapter Units, Dimensions and Measurements. നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നതിന് മുന്നേ സ്റ്റുഡൻസ് പ്ലീസ് ഗോ ത്രൂ ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. നമ്മൾ ആദ്യത്തെ നമ്മുടെ യൂണിറ്റ്സുമായി ബന്ധപ്പെട്ട ഡയമെൻഷൻ എറേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ NCERT ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലെ പല ക്വസ്റ്റ്യനുകളും നമ്മളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, മെൻ്റൽ എബിലിറ്റി ഇവയൊക്കെ വർദ്ധിപ്പിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ അതുകൊണ്ട് ചില ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ അത്തരത്തിലെടുക്കുവാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സുകൾ നമുക്ക് നൽകുകയാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ദ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു. അപ്പോൾ നമുക്കൊരു ക്യൂബ് അണ്ടർ കൺസിഡറേഷൻ, അതാണ് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ്. അപ്പോൾ അതിലെ നമ്മുടെ ഫോർമുലകളുമായിട്ടൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടുന്നതാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ ഒരു ക്യൂബ് അണ്ടർ കൺസിഡറേഷൻ, അതിൻ്റെ ഒരു സൈഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്താണ്? സോ സിമ്പിളായിട്ട് നമുക്കറിയാം, വോളിയം എന്ന് പറയുന്നത് സൈഡിൻ്റെ ക്യൂബായിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കിവിടെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. സോ 1 സെൻറ്റിമീറ്റർ, അപ്പോൾ നമ്മുടെ മീറ്റർ ക്യൂബിലാണ് ഉത്തരം വരേണ്ടത് അല്ലേ? സോ നമുക്കറിയാം സിമ്പിളായിട്ട് 1 മീറ്റർ എന്ന് പറയുന്നത് 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ക്യൂബായി മാറി? മീറ്ററായിട്ട് മാറി. 1/10 സ്ക്വയർ മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻² മീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, സോ 10⁻² മീറ്റർ, അതിൻ്റെ ഹോൾ ക്യൂബ്. സോ പവർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഉത്തരം കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻6 ക്യൂബ്. അപ്പോൾ നമുക്ക് പലപ്പോഴും മറ്റ് യൂണിറ്റുകളിലേക്കുള്ള കൺവേർഷൻ, അങ്ങനെയൊക്കെയുള്ള ചില സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഇട്ടിരിക്കുക. സോ ഫസ്റ്റ് എണ്ണത്തിൻ്റെ ആൻസർ നമുക്ക് കിട്ടി ആസ് 10⁻⁻6. രണ്ടാമത്തത് ബി, ദ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സിലിണ്ടർ. ഒരു സോളിഡ് സിലിണ്ടർ ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. യെസ്, ആ സോളിഡ് സിലിണ്ടറിനെ റേഡിയസ് ഇറ്റ് ഈസ് ഗിവൻ ആസ് 2 സെൻറ്റിമീറ്റർ. സോ റേഡിയസ് ഈസ് ഗിവൻ ആസ് 2 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ്, അപ്പം നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് h ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അതിൻ്റെ സർഫസ് ഏരിയ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഇൻ മില്ലിമീറ്റർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. മില്ലിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന യൂണിറ്റിലേക്ക് തന്നെ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഫോർ ദ സിലിണ്ടർ, സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് 2 പാർട്ടുണ്ട് അല്ലേ? കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്, അതോടൊപ്പം തന്നെ 2 ഫ്ലാറ്റ് സർഫസ് ഉണ്ട് അല്ലേ? ഫ്ലാറ്റ് ഏരിയ. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ഏരിയകൾ ഒരുമിച്ച് ചേരുന്നതാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് കർവ്ഡ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, അപ്പം നമുക്ക് കർവ്ഡ് ഏരിയ എന്ന് പറയുന്നത് 2πRh ആണ്, പ്ലസ് ഫ്ലാറ്റ് ഏരിയ 2 എണ്ണം ഉണ്ട്. സോ 2 × πr². അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫോർമുല നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് അതിനകത്ത് 2πr ഒന്ന് കോമൺ ആയിട്ട് എടുത്താൽ നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് h+r. ഗുഡ്, വളരെ നല്ലൊരു ഫോർമുല ഓർത്തിരിക്കുക. ദ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഗോട്ട് ദ വാല്യൂ ആസ് ദിസ് മച്ച്. അപ്പോൾ ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, സോ 2 × അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ, ഈ പൈ എന്ന് പറയുന്നത് എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ 22/7 എന്ന് നമുക്ക് കൊടുത്താൽ മതി. ഇൻറ്റു r എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്, സോ +2 ആണ്. സോ അങ്ങനെ വരുമ്പോൾ സോ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ വി ഗെറ്റ് ദ ആൻസർ ആസ് 1.5 × 10 സ്ക്വയർ, ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ അതിനെ നമുക്ക് മില്ലിമീറ്ററിലേക്ക് മാറ്റണം അല്ലേ? യെസ്, അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് മനസ്സിൽ ഓർക്കുക, നമ്മുടെ സ്കെയിൽ മനസ്സിലെടുത്താൽ മതി.
അവിടെ അത് 10 മില്ലിമീറ്റർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? സോ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്, സോ 1.5 ഇൻറ്റു 10 സ്ക്വയർ ഇൻറ്റു, യെസ്, 10 millimeter, yes, that much square. So that is equal to, so നമുക്ക് 1.5 into 10 square into, ഇവിടെ നിന്ന് നമുക്കൊരു 10 സ്ക്വയർ കിട്ടും, that much millimeter square. So നമുക്ക് ഉറപ്പിച്ച് കിട്ടിയ ആൻസർ ആസ് 0.5 into 10 raised to 4 millimeter square. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ നിന്നുള്ള നമ്മുടെ NCERT ആഗ്രഹിക്കുന്നത് നമുക്ക് ചില കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ച ഫോർമുലകൾ നമ്മൾ ഓർത്തെടുക്കുക, അതോടൊപ്പം തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വർദ്ധിപ്പിക്കുക. നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്കൊക്കെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ വരുമ്പോൾ വളരെ വലിയ പ്രോബ്ലംസിലേക്കൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട സ്കില്ല് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. അത് സി ഓപ്ഷൻ പറയുന്നത്, എ വെഹിക്കിൾ മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 18 km/h കവേഴ്സ് ഡാഷ് മീറ്റർ ഇൻ 1 second. അപ്പോൾ ഇതിൻ്റെ ആ സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് 18 km/h ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഒന്ന് മാറ്റാൻ ശ്രമിക്കാം. അപ്പോൾ 1 km/h എന്ന് പറയുമ്പോൾ അതിന് നമ്മളൊന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 10 ക്യൂബ് മീറ്റർ ആയിട്ട് മാറുന്നത് അറിയില്ലേ? യെസ്, ദ ഡിവിഷൻ ബൈ 1 hour എന്ന് പറയുമ്പോൾ നമുക്കറിയാം 60 minutes ആണ്, ഇൻറ്റു 60 seconds ആണ് അല്ലേ? യെസ്. അപ്പോൾ ഇത് നമുക്കൊരു ഷോർട്ട് കട്ടിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടി 1000, ദാറ്റ് ഡിവിഷൻ ബൈ 36 ഇൻറ്റു 100. സോ 100 ക്യാൻസലായി. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്താൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി അല്ലേ? സോ ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മയിരിക്കട്ടെ, ഇതൊരു ഷോർട്ട് കട്ടാണ്. 1 km/h എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കിട്ടിയത് കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 18 km/h നമുക്ക് എങ്ങനെ പറയാം? 18 ഇൻറ്റു 5/18 ദാറ്റ് മച്ച് മീറ്റർ പെർ സെക്കൻഡ് എന്നല്ലേ? അപ്പോൾ അവിടെ നിന്ന് 18 ക്യാൻസലായി മാറിയില്ലേ? അപ്പോൾ നമുക്ക് 5 മീറ്റർ എന്ന് നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടിയില്ലേ? സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്താണ്? യെസ്, ഡാഷ് ഇറ്റ് കവേഴ്സ് ഡാഷ് മീറ്റർ ഇൻ 1 second. അപ്പോൾ ഇവിടുത്തെ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ ഉദ്ദേശിക്കുന്നത് വെഹിക്കിൾ മൂവ്സ് 5 മീറ്റർ ഇൻ 1 second. അതാണ് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച ആൻസർ പറയാം, ദ സി ഓപ്ഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. അതെങ്ങനെ നമുക്ക് പിടികിട്ടും? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് സിമ്പിളാണ്, അത് ഡിസ്റ്റൻസ് ബൈ ടൈമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? വെലോസിറ്റി ഇൻറ്റു ടൈമായിട്ട് എടുക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 1, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ. സിമ്പിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ഓപ്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഡി പറയുന്നത് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ ലെഡ്. ഈ റിലേറ്റീവ് ഡെൻസിറ്റി എന്നൊരു കൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മയിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്, അതിന് മറ്റൊരു പേരിലൂടെ പറയാറുണ്ട്, ചിലപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നും പറയാറുണ്ട്. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ ആണ് ഡെൻസിറ്റി ഓഫ് എ ബോഡി അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കേണ്ട കൺസെപ്റ്റ്. നമ്മൾ അറിയുന്ന യൂണിറ്റ് ഏതാണോ അതിനനുസരിച്ച്, ഇപ്പം നമുക്ക് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ഓക്കെ 11.3 എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ലെഡ് എങ്ങനെ കണ്ടുപിടിക്കും? സോ ഡെൻസിറ്റി ഓഫ് ലെഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ഇവിടെ തന്നിരിക്കുന്ന റിലേറ്റീവ് ഡെൻസിറ്റി. വാട്ട് ഈസ് ദാറ്റ്? 11.3. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉത്തരം വേണ്ടത് ഗ്രാം പെർ സെൻറ്റിമീറ്ററിലാണ്. ആദ്യം സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഗ്രാമിൽ അങ്ങ് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കറിയാം അത് 1 ആണ് അല്ലേ? സോ 1 gram per centimeter cube ഇൻറ്റു 11.3. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 11.3 gram per centimeter cube. പക്ഷേ അതിന് പകരം നമുക്ക് വേണ്ടത് കിലോഗ്രാം ആണെങ്കിൽ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ അവനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നേ? സോ 11.3 ഇൻറ്റു നമ്മുടെ മനസ്സിൽ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ആണ്. ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻³ കിലോഗ്രാം ആണെന്ന് നമുക്കറിയാമല്ലോ.
ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം 10⁻⁻² അല്ലേ, അതിൻ്റെ ഹോൾ ക്യൂബ് അല്ലേ ഇവിടെ വേണ്ടത്? യെസ്, ദാറ്റ് മച്ച് മീറ്റർ ക്യൂബ്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണേ, ഇത് 10⁻⁻6 ആകത്തില്ലേ? യെസ്. അപ്പോൾ അത് മേളിലോട്ടൊന്ന് കൊണ്ടുവന്നേ. 11.3 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻+6 ആയിട്ട് മാറിയില്ലേ? അപ്പോൾ അവിടെ ആൻസർ എത്രയായിട്ട് മാറി? 11.3 ഇൻറ്റു 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കും. അവിടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറിഞ്ഞിരിക്കണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് CGS യൂണിറ്റ് വരുമ്പോൾ 1 gram per centimeter cube ആണ്, ഓർത്തിരിക്കുക. അത് SI യൂണിറ്റിലേക്ക് വരുമ്പോൾ 1000 gram per centimeter cube ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഡൈമെൻഷൻലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്ന് ഓർത്തിരിക്കുക. സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ 4 ഡിവിഷൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ 4 ഡിവിഷൻസ് ഉണ്ട്. സോ സിമ്പിളായിട്ട് fill in the blanks by suitable conversion of units. സോ ആദ്യത്തെ ഓപ്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അവിടെ 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ (2) എന്ന് പറയുന്നതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ. അത് എന്തിലേക്കാണ് മാറ്റേണ്ടത്? ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു കംഫർട്ടായിട്ട് വേണമെങ്കിൽ എഴുതാം കിലോഗ്രാം മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ. ഇതൊരു നമ്മുടെ എനർജിയുടെ ഒരു യൂണിറ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 10 ക്യൂബ് ഗ്രാം ആയിട്ട് മാറി. 1 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം. ദാറ്റ് മച്ച് സ്ക്വയർ, ദാറ്റ് ഡിവിഷൻ ബൈ നമുക്കറിയാം സെക്കൻഡിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യപ്പെടേണ്ടത്. സോ നമുക്ക് എഴുതാം 10 ക്യൂബ്, ഇവിടുന്ന് 10⁻⁴ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് കിട്ടി. സോ ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ. സോ ഇറ്റ് ബിക്കംസ് വാട്ട്? സിമ്പിളായിട്ട് നമുക്ക് പറയാം 10⁻⁷ ആണ് ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ എനർജിയുടെ SI യൂണിറ്റ് ആണ് അല്ലേ, 1 ജൂൾ ആണത് അല്ലേ, 1 ജൂൾ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച് എർഗ് എന്നുള്ളത് 10⁻⁷ എർഗാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. അപ്പോൾ ജൂൾ എന്ന് പറയുന്നത് SI യൂണിറ്റ് എനർജിയാണ്. ഇത് മെക്കാനിക്കൽ എനർജിയുടെ CGS യൂണിറ്റ് ആണ്, ഓർമ്മയിരിക്കട്ടെ. നമുക്ക് രണ്ടാമത് പറയുന്നത് 1 മീറ്റർ ഈസ് ഈക്വൽ ടു ഹൗ മച്ച് ലൈറ്റ് ഇയർ. അപ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റാണ് അസ്ട്രോണമിക്കലായിട്ടുള്ള ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില യൂണിറ്റുകളിൽ. അപ്പോൾ നമുക്കറിയാം, അത് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ലൈറ്റ് ഇയർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതോടൊപ്പം പാർസെക് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അത് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഒരു ലൈറ്റ് ഇയർ, 1 ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഓർമ്മയിരിക്കേണ്ട കൺസെപ്റ്റ്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് in 1 year through vacuum with a velocity of 3 × 10⁸ meter per second. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഡിസ്റ്റൻസിൻ്റെ ഒരു യൂണിറ്റാണ് ഈ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁸ എന്നാണ് അല്ലേ. ടൈം എന്ന് പറയുന്നത് 1 ഇയർ ആയി മാറുമ്പോൾ 365 ഡേയ്സ് ആകുന്നു, അത് 24 hours ആയി മാറുന്നു, അത് 60 × 60 minutes ആകുന്നു, 60 seconds ആകുന്നു. അപ്പോൾ നമുക്ക് ആ 1 ഡേ 1 ഇയർ എന്ന് പറയുന്നതിനെ നമ്പർ ഓഫ് സെക്കൻഡ്സ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയാം, മൾട്ടിപ്ലൈ ചെയ്താൽ 9.46 ഇൻറ്റു 10⁻15 മീറ്റർ എന്ന് പറയുന്ന വാല്യൂവിലേക്ക് വന്നു 1 ലൈറ്റ് ഇയർ. പക്ഷെ നമുക്ക് വേണ്ട കൺസെപ്റ്റ് അതല്ല. 1 മീറ്ററിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ലൈറ്റ് ഇയർ ആണ്. സോ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ 9.46 ഇൻറ്റു 10⁻15 ദാറ്റ് മച്ച് ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1.057 ഇൻറ്റു 10⁻⁻16 ദാറ്റ് മച്ച് ലൈറ്റ് ഇയർ. സോ അത് 1 മീറ്ററിൻ്റെ വാല്യൂ. ബോർഡ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. സോ 1 ലൈറ്റ് ഇയർ ടേക്ക് ദ വാല്യൂ ആസ് 1.057 ഇൻറ്റു 10⁻⁻16 ലൈറ്റ് ഇയർ. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ ബി. നമുക്ക് സി ഓപ്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇവിടെ പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, അപ്പോൾ ആ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ
നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് നമ്മൾ മാറ്റണം. അതാണ് നമുക്ക് ഇവിടുത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു 1 മീറ്റർ എത്ര കിലോമീറ്റർ ആണ്? സോ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 10 ക്യൂബ് മീറ്റർ എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് 1 മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? യെസ്, 1 ബൈ യെസ്. അപ്പോൾ 1 ബൈ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1 ബൈ 10 ക്യൂബ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻³ കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് 10⁻³ കിലോമീറ്റർ ആക്കി നമുക്ക് മാറ്റാം. പിന്നെ അടുത്ത് വേണ്ടത് അവറാണ്. സെക്കൻഡിന് അവറാക്കി മാറ്റണം അല്ലേ? അപ്പോൾ നമുക്കറിയാം 1 അവർ എന്ന് പറയുന്നത് അതിനകത്ത് 60 മിനിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻറ്റു 60 സെക്കൻഡ്സ്, ഇത്രയും സെക്കൻഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് 1 സെക്കൻഡിനെ നമുക്ക് മാറ്റുമ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? സോ സിമ്പിളായിട്ട് 1 സെക്കൻഡ് ഇസ് ഈക്വൽ ടു 560 ഇൻറ്റു 60 അല്ലേ? ദാറ്റ് മച്ച് അവറായി. അപ്പോൾ അതുകൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? 1 സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 1 ബൈ, അപ്പോൾ അത് നമ്മുടെ ന്യൂമറേറ്ററിലേക്ക് നമുക്ക് മാറണം. സോ 60 ദാറ്റ് മച്ച് സ്ക്വയർ ആയി മാറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്തേ. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് 3.88 into 10⁻⁴ ദാറ്റ് മച്ച് കിലോമീറ്റർ പെർ അവർ സ്ക്വയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് നമുക്ക് എഴുതാം 3.9 into 10⁻⁴ ദാറ്റ് മച്ച് കിലോമീറ്റർ പെർ അവർ സ്ക്വയർ. നമ്മുടെ ഉത്തരം ആയി കഴിഞ്ഞു. സോ നമ്മൾ സൂക്ഷിച്ച് കൺവേർഷൻസ് നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് വരും എന്നുള്ളതിന് ഒരു സംശയമില്ല. നമ്മുടെ ഈ ഓപ്ഷൻ പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താണ്? ജി ആണ് തന്നിരിക്കുന്നത് ഇൻ SI. അപ്പോൾ ഈ ഒരു യൂണിറ്റിനെ പറ്റി ബുദ്ധിമുട്ടൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം അത് സിമ്പിളായിട്ട് നമുക്കറിയാം. ന്യൂട്ടൺസ് ലോസ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് G(m1m2) ഡിവിഷൻ ബൈ r² എന്നാണ് അല്ലേ? അപ്പോൾ അവിടെ ജിയുടെ വാല്യൂ അപ്പടി എഴുതിയിരിക്കുകയാണ്, ഫോഴ്സ് r²/m². സോ അതിൻ്റെ യൂണിറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. പക്ഷെ അതിനെ ഈ ഒരു ഗ്രാമിൻ്റെ, സെക്കൻഡിൻ്റെ, സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ CGS കൺസെപ്റ്റിലേക്ക് നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത്? സോ ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് ന്യൂട്ടൺ എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റിനെ സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? യെസ്, കിലോഗ്രാം, യെസ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു മീറ്റർ സ്ക്വയർ എന്തായിട്ട് മാറുന്നു? മീറ്റർ സ്ക്വയർ, കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ ഈ കിലോഗ്രാം സ്ക്വയർ 1 കിലോഗ്രാം ക്യാൻസലായി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് യൂണിറ്റ് ആയിട്ട് വന്നു? kg⁻⁻1 അല്ല, ഇങ്ങനെ തന്നെ കിടന്നോട്ടെ, കൺവേർട്ട് ചെയ്യാൻ എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് മീറ്റർ ക്യൂബായി കിലോഗ്രാം ഇൻറ്റു സെക്കൻഡ് സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് നമ്മുടെ ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ CGSലേക്ക് മാറ്റണമെന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റും? ജിയുടെ വാല്യൂ, യെസ്, ക്യാപിറ്റൽ G is equal to so much into 6.67 into 10⁻⁻11 into അവയുടെ CGS യൂണിറ്റ് നമ്മുടെ കയ്യിൽ, SI യൂണിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് മച്ച് മീറ്റർ ക്യൂബായി കിലോഗ്രാം സെക്കൻഡ് സ്ക്വയർ. ഇതിനെ നമ്മൾ CGSലേക്ക് മാറ്റാൻ വേണ്ടി നമുക്കറിയാവുന്ന ഇൻഫോർമേഷൻസ് അപ്പടി കൊടുക്കാം. മീറ്ററാണ്. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിട്ട് മാറി? സോ 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ദ ഹോൾ ക്യൂബ് ഡിവിഷൻ ബൈ കിലോഗ്രാം. 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ സിമ്പിളാണ്, 10 ക്യൂബ് ഗ്രാം ആണ്. സോ ദാറ്റ് മച്ച് ഇൻറ്റു സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ സ്ക്വയർ ആകുമ്പോൾ 10⁻⁶ ആണ് അല്ലേ? യെസ്, 10⁻⁶/10⁻³ എത്രയായി? 10⁻³ ആയിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരമായില്ലേ? അപ്പോൾ 6.67 into 10⁻⁻11 into 10 cube ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ ക്യൂബ് (2) gram⁻⁻1. So that is equal to 6.67 into 10⁻⁻8. സോ നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ അത് SI യൂണിറ്റിൽ നിന്ന് CGS യൂണിറ്റിലേക്ക് നമുക്കുള്ള കൺവേർഷൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. സോ ഡിയുടെ ആൻസറും നമ്മൾ എഴുതും. അപ്പോൾ 2 ക്വസ്റ്റ്യനുകൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. സോ വി ക്യാൻ മൂവ് ടു എ തേർഡ് ക്വസ്റ്റ്യൻ, ബട്ട് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഓൾസോ. പല വർഷങ്ങളിൽ നമ്മുടെ ഓൾ ഇന്ത്യ എക്സാം ഉൾപ്പെടെ IIT ഉൾപ്പെടെ ചോദിച്ച ഒരു കൺസെപ്റ്റാണ്. എ കലോറി ഈസ് എ യൂണിറ്റ് ഓഫ് ഹീറ്റ് എനർജി ആൻഡ് ഈസ് ഈക്വൽ ടു 4.2 ജൂൾ. And 1 joule take the value as so it is given 1 calorie take the value equal to 4.2 joule. The joule means the kilogram meter square (2).
Suppose we employ a system of units in which the unit of mass equal to alpha kilogram, the unit of length equals to beta meter, and the unit of time as gamma second. Show that a calorie has a magnitude of, so we have to prove it as 1 calorie. Take the value equal to 4.2 alpha raised to minus 1 beta raised to minus 2 gamma square in the new system. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഡയമെൻഷണൽ അനാലിസിസിൽ നമ്മൾ ഉപയോഗിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, ഇഫ് യു വാണ്ട് ടു കൺവേർട്ട് ഇൻ ടു അനദർ സിസ്റ്റം, അവിടുത്തെ ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് N2 എന്ന് പറയുന്നത് N1 ഇൻറ്റു M1 ബൈ M2 the whole raised to A into L1 by L2 into the whole raised to B into T1 by T2 the whole raised to C. അപ്പം നമ്മളിവിടെ സാധാരണ നമ്മൾ മീൻ ചെയ്യുന്നത് ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ നോൺ ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കൺവേർട്ട് ചെയ്യേണ്ടത് 4.6 മച്ചിനെ ഇൻ അനദർ വൺ. സോ നമുക്കതിനെ ഇങ്ങനെ എടുക്കാം, N1 U1 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള N2 ഇൻറ്റു U2 എന്നൊരു ആസ്പെക്ട്സിലേക്ക്, എന്ന് വെച്ചാൽ പുതിയ സിസ്റ്റം നമുക്ക് അവിടെ ആൽഫ ബീറ്റ ഗാമയിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ N2 ആണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1 എന്ന് പറയുന്നത് നമ്മുടെ SI കൺസെപ്റ്റിലേക്ക് വന്നു. യെസ്, അപ്പോൾ ഇവിടുത്തെ N1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ സിമ്പിളായിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. N1 എന്ന് പറയുന്നത് 4/2 ആണ്, 4.2 ആണ്. ഇൻറ്റു എന്താണ് M1 L1 T1? ഈ M1 L1 T1 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മുടെ അറിയാവുന്ന സിസ്റ്റത്തിലെ യൂണിറ്റുകളാണ്. അപ്പോൾ അവിടുത്തെ മാസ് യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം. നമുക്കത് ആദ്യം ഫില്ല് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യാം. L1 എന്ന് പറയുന്നത് അവിടുത്തെ മീറ്ററാണ്. ഗുഡ്. ടൈം എന്ന് പറയുന്നത് അവിടുത്തെ സമയമാണ്. അടുത്ത് വേണ്ടത് നമുക്ക് എന്താണ്? M2 L2 T2. M2 L2 എന്ന് പറയുന്നത് എന്താണ്? ആ മാസിൻ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട സിസ്റ്റത്തിൽ അവിടെ മാസ് എന്ന് പറയുന്നത്, അപ്പോൾ M2 എന്ന് പറയുന്നത് അവിടെ എന്തായിട്ടാണ് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് ഗിവൺ ആസ് ആൽഫ കിലോഗ്രാം പറയാം. ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിട്ടാണ് പറയുന്നത്? ഇറ്റ് ഈസ് ബീറ്റ മീറ്റർ എന്നാണ് പറയുന്നത്. അതേപോലെ സമയം T2 എന്ന് പറയുന്നത് എത്രയായിട്ടാണ് പറയുന്നത്? ഗാമ സെക്കൻഡ് ആണ്. സോ കിലോഗ്രാം ഡിവിഷൻ ബൈ that is alpha kilogram, then meter division by, so that is given as beta meter, that is second division by yes gamma second. അപ്പോൾ അവിടെ ഇനി ഒരു പവറിൻ്റെ ആവശ്യം കൂടി ഉണ്ട് അല്ലേ? എന്ത് പവറാണ്? ABC. യെസ്, ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് റഫ്ലി എന്താണെന്ന് നമുക്ക് വ്യക്തതയോടെ നമുക്കറിയാം. എനർജിയുടെ യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് അറിയാമല്ലോ. mL² T⁻² എന്ന് പറയുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ 1 ആയി, ബിയുടെ വാല്യൂ 2 ആയി, സിയുടെ വാല്യൂ -2 ആയി. അപ്പോൾ നമ്മൾ അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇസ് ഈക്വൽ ടു 4.2 ഇൻറ്റു യെസ് കിലോഗ്രാം ക്യാൻസൽ ആയി പോയില്ലേ? അപ്പോൾ അത് ആൽഫ 1/α എന്ന് പറയുമ്പോൾ ആൽഫ റൈസ് ടു -1. യെസ്, റൈസ് ടു ദ പവർ എത്രയാണ്? 1 ആണ്. ഗുഡ്. ഇനി മീറ്റർ ക്യാൻസൽ ആയില്ലേ? അപ്പോൾ അത് ബീറ്റ റൈസ് ടു -1 ആയില്ലേ? പക്ഷെ പവർ എത്രയാണ്? ബിയുടെ വാല്യൂ 2 ആണ്. യെസ്, സെക്കൻഡ് ക്യാൻസൽ ആയില്ലേ? യെസ്, അപ്പോൾ അവിടത്തേക്കും അത് ഗാമ റൈസ് ടു -1 ആയില്ലേ? പക്ഷേ പവർ എത്രയാണ്? സി -2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് സിമ്പിളായിട്ട് കിട്ടി, ഈക്വൽ 4.2 ഇൻറ്റു ആൽഫ റൈസ് ടു -1 ഇൻറ്റു ബീറ്റ റൈസ് ടു -2 ഇൻറ്റു ഗാമ -1 ഇൻറ്റു -2 ഇറ്റ് ബിക്കംസ് 2. സോ നമുക്ക് N2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ. So in terms of the new unit, we can say that calorie value is 1 calorie. Take the values equal to that 4.2 into alpha raised to -1, beta raised to -2, gamma square. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. So we can move to the question number 2.4. ഒരു നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റിനെ കുറിച്ചാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. Explain this statement clearly. To call a dimensional quantity large or small is meaningless without specifying a standard for comparison. In view of this, reframe the following statement wherever necessary. അപ്പോൾ നമ്മൾ ഒരു കമ്പാരിസൺ പറയുമ്പോഴാണ് ഒരു പാരാമീറ്റർ ലാർജ് ആണോ സ്മാൾ ആണോ എന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുക. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നോക്കൂ.
ആറ്റംസ് ആർ വെരി സ്മോൾ ഓബ്ജക്ട്സ്. പക്ഷേ ആറ്റംസ് വെരി സ്മോൾ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? ഇഫ് യു ജസ്റ്റ് കൺസിഡറിങ് വിത്ത് ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ. യെസ്, ഇലക്ട്രോണിനെ പ്രോട്ടോണിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആറ്റംസിൻ്റെ സൈസ് വലുതല്ലേ? യെസ്, അപ്പോൾ അവിടെ ഒരു കമ്പാരിസൻ്റെ കുറവുണ്ട്. അത് റെക്ടിഫൈ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തെന്ന് പറയാം? സോ ആറ്റംസ് ആർ വെരി സ്മോൾ ഓബ്ജക്റ്റ് ആസ് കമ്പയർഡ് ടു, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് പൂർത്തിയാക്കാം. ആസ് കമ്പയർഡ് ടു ദ സൈസ് ഓഫ് മൗണ്ടൻസ് അല്ലെങ്കിൽ എർത്ത്. സോ വാട്ട് ഓർ മേ ബി ദ കൺസെപ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലെ ഓബ്ജക്ട്സുകൾ എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ആറ്റംസ് ആർ വെരി സ്മോൾ ഓബ്ജക്റ്റ്. സോ ഇറ്റ് ബിക്കംസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് നെസസറി ആണെങ്കിൽ മാത്രം അതിനെ റീഫ്രെയിം ചെയ്താൽ മതി. എ ജെറ്റ് പ്ലെയിൻ മൂവ്സ് വിത്ത് ഗ്രേറ്റ് സ്പീഡ് ആയിക്കോട്ടെ, അത് സംഭവിപ്പിക്കാം. പക്ഷേ ആസ് കമ്പയർഡ് ടു എങ്ങനെ? മറ്റൊരു കൺസെപ്റ്റ് കൂടെ നമ്മൾ പാരലായിട്ട് നമ്മൾ പറയേണ്ടി വരും അല്ലേ? യെസ്, അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. ആസ് കമ്പയർഡ് ടു ദ സ്പീഡ് ഓഫ് ബൈസൈക്കിൾ. ഗുഡ്, സ്പീഡ് ഓഫ് ബൈസൈക്കിൾ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ സെൻറ്റൻസിന് പെർഫെക്ഷനായി. അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. The mass of Jupiter is very large. Yes, as compared to the mass of നമുക്ക് പ്ലാനറ്റ് തന്നെ പറയാം as compared to mass of Moon. അപ്പോൾ മൂണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ മാസ് എന്ന് പറയുന്നത് വളരെ ലാർജാണ്. The air inside this room contains a large number of molecules. അപ്പോൾ അത് നമ്മുടെ അറ്റ്മോസ്ഫിയറായിട്ട് എടുക്കുമ്പോൾ ലെസ് ആണ്. പക്ഷേ ലാർജ് ആസ്പെക്ട് തന്നെ വരണമെങ്കിൽ you can compare with another one. Say the air inside contains a large number of molecules as compared to that enclosed in 1 liter of a bottle. So we get that. ഒരു കമ്പാരിസൺ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഈ ചോയ്സ്, എ പ്രോട്ടോൺ ഈസ് മച്ച് മോർ മാസീവ് ദാൻ ആൻ ഇലക്ട്രോൺ. യെസ്, ദാറ്റ് കമ്പാരിസൺ ആണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. നമുക്ക് അത് തന്നെ മതിയാവും, ഒരു റീഫ്രെയിമിൻ്റെ ആവശ്യമില്ല. ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് മച്ച് സ്മോളർ ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. യെസ്, ഷുവർ, നമുക്ക് അതുകൊണ്ട് അതിനും റീഫ്രെയിമിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 1.67 × 10⁻27 കിലോഗ്രാമാണ്. പക്ഷെ അതേ സമയത്ത് ഇലക്ട്രോൺ വരുമ്പോൾ നമുക്ക് മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31 കിലോഗ്രാമാണ്. സോ അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അതേപോലെ സ്പീഡ് ഓഫ് സൗണ്ട്, സാധാരണ ഈ എയറിൽ നമ്മൾ പറയുന്നത് 330 മീറ്റർ/സെക്കൻഡിലാണ് സൗണ്ട് മൂവ് ചെയ്യുന്നത്. പക്ഷേ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എയർ ഓർ വാക്വത്തിൽ എടുക്കുമ്പോൾ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. സോ ആ ഒരു കമ്പാരിസൺ പെർഫെക്ഷനിൽ നമുക്ക് മനസ്സിലായി. സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 5. A new unit of length is chosen such that the speed of light in vacuum is a unit. What is the distance between the sun and the earth? In terms of the new unit of light takes 8 minutes to cover that distance. ഈ സമയം കൊണ്ട് നമ്മുടെ സണ്ണിൽ നിന്ന് എർത്തിലേക്ക് ഒരു ലൈറ്റ് റേ എത്തുന്നു, അതിനുള്ള സമയമാണ് തന്നിരിക്കുക. അപ്പോൾ ഒരു കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമുക്ക് സാധാരണ രൂപത്തിൽ the distance between earth and sun, അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഇപ്പോൾ ലൈറ്റിനെയാണ് നമുക്കിവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ടു ദ ടൈം ടേക്കൺ. നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. ടൈം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. യെസ്, 8 minutes 480 seconds അല്ലേ, +20 seconds. ഗുഡ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇൻ സെക്കൻഡ്സിലേക്ക് മാറ്റുമ്പോൾ 480 + 20 എത്രയായിട്ട് 500 അത് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് മൾട്ടിപ്ലൈ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 15 × 10⁻10 മീറ്റർ. പക്ഷെ ഇവിടെ പറയുന്നത് ഇതിനെ നമ്മളൊരു ന്യൂ യൂണിറ്റിലേക്ക് മാറ്റണം എന്നാണ് നമ്മളോട് പറയാം. സിമ്പിളായിട്ട് ഇതിനെ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് മാറ്റാം. ചോദ്യം രൂപത്തിൽ നമ്മളൊന്ന് എടുത്താൽ നമ്മളോട് പറയുന്നത് ന്യൂ സിസ്റ്റത്തിൽ വി ഹാവ് ടു ടേക്ക് ദാറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ആസ് യൂണിറ്റി. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂ സിസ്റ്റത്തിൽ എങ്ങനെ മാറുമെന്ന് നോക്കൂ.
ന്യൂ സിസ്റ്റം നമ്മൾ പരിഗണിക്കുകയാണ്. സോ ആ ന്യൂ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ സ്പീഡ് ഓഫ് ദിസ് വൺ എന്ന് പറയുന്നത് യൂണിറ്റി ആയിട്ട് മാറുകയാണ്. എന്ന് പറയുമ്പോൾ ടൈം എന്ന് പറയുന്നത് സ്വാഭാവികപരമായിട്ട് നമുക്ക് അത് 500 സെക്കൻഡാണ്. എന്ന് പറയുമ്പോൾ ഇൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 ഇൻ ദ ന്യൂ സിസ്റ്റം ആയിട്ട് മാറിക്കഴിഞ്ഞു. യെസ്, ദാറ്റ് ഈസ് ആൻസർ. 500 ന്യൂ യൂണിറ്റ്സിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 ഇതായിട്ട് മാറി. പക്ഷെ അപ്പോൾ ആ ന്യൂ സിസ്റ്റത്തിൽ ഒരു അഡീഷണൽ പോയിന്റ് ഒന്ന് ഓർത്ത് നോക്കിയേ, ലെങ്തിൻ്റെ യൂണിറ്റ് എന്തായിട്ട് മാറും? ഈ റിലേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യെസ്, അപ്പോൾ ഇവിടുത്തെ സമയം 500 അല്ലേ? യെസ്, 500. സോ 500 ഇൻറ്റു ലെങ്ത് അല്ലേ? അപ്പോൾ ആ ലെങ്ത് എന്ന് പറയുന്നത് എത്ര മീറ്റർ ആയിട്ട് നമുക്ക് പറയാം? 3 × 10⁸ മീറ്റർ ആയിരിക്കും. അതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. ഇൻ ദിസ് ന്യൂ സിസ്റ്റം ദ ഡിസ്റ്റൻസ് ഈസ് യൂണിറ്റ് ഈസ് 3 × 10⁸ മീറ്റർ. സോ അതുകൊണ്ടാണ് ഇവിടെ 1 ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വന്നത്. സോ അത് ഒന്ന് അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കുക. സോ ദ ആൻസർ ഈസ് 500. സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 6. Which of the following is the most precise device for measuring length? A vernier caliper with 20 divisions on the sliding scale. See, അപ്പോൾ നമുക്ക് ഈ പ്രിസിഷൻ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കുക. പ്രിസിഷൻ. ഈ പ്രിസിഷൻ എന്ന് പറയുന്നത് മറ്റൊരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ദ കറക്റ്റ് വേർഡ് ഈസ് റെസല്യൂഷൻ. ഇച്ചിരി ക്ലാരിറ്റിയോടെ പറഞ്ഞാൽ ഏതൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ലീസ്റ്റ് കൗണ്ടിന് നമ്മൾ പറയുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ പ്രിസിഷൻ കൂടുതലാണെന്ന് പറഞ്ഞാൽ, റെസല്യൂഷൻ കൂടുതലാണെന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് കുറവെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മീനിങ്. അപ്പോൾ മോസ്റ്റ് പ്രിസൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മിനിമം ലീസ്റ്റ് കൗണ്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഏത് എമംഗ് ദ 3, ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ബിഫോർ ഇത് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ വെർനിയർ കാലിപ്പറിനെ കുറിച്ച്, സ്ക്രൂ ഗേജിനെ കുറിച്ച് മിനിമം അവെയർനെസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യനിലേക്ക് വരിക. അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന കൺസെപ്റ്റിലെ വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു പല ഇക്വേഷൻസ് നമുക്ക് പറയാമെങ്കിൽ പോലും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ ബൈ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് എന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് പറയാം. സാധാരണ ഒരു നമ്മുടെ വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നതിൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ് സാധാരണ പറയാറുള്ളത്. ദാറ്റ് ഡിവിഷൻ ബൈ 20. അപ്പോൾ 1/20 is 0.05 മില്ലിമീറ്റർ. അപ്പോൾ അതിന് സെൻറ്റിമീറ്ററിലേക്ക് നമുക്ക് മാറ്റുകയാണെങ്കിൽ 0.005 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ വെർനിയർ കാലിപ്പറുടെ ഒരു സാധാരണ രൂപത്തിലുള്ള ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത്, സി എ സ്ക്രൂ ഗേജ് ഓഫ് പിച്ച് 1 മില്ലിമീറ്റർ ആൻഡ് 100 ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ. അവിടെയും നമ്മുടെ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത് ഒരു പിച്ച് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുക. ദ ഡിവിഷൻ ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ ഹെഡ് സ്കെയിൽ അല്ലെങ്കിൽ സർക്കുലർ സ്കെയിൽ എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വീണ്ടും 1 മില്ലിമീറ്റർ ബൈ യെസ് ദ നമ്പർ ഓഫ് ഡിവിഷൻസ് എത്രയായിട്ട് മാറി? 100 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 മില്ലിമീറ്റർ ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് 0.001 സെൻറ്റിമീറ്റർ. അതും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ലിസ്റ്റ് നമ്മൾ സെൻറ്റിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്തു. ഇനി പറയുന്നത് മറ്റൊരു ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ക്യാൻ മെഷർ ദ ലെങ്ത് വിത്തിൻ എ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. സാധാരണ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഒരു ആവറേജ് വാല്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ 550 നാനോമീറ്റർ എന്ന് പറയാം. യെല്ലോ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് 550 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ 10 to the പവറിലേക്ക് നമ്മളൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചേ. 550 ഇൻറ്റു നാനോ 10⁻⁻⁻⁶ ആണല്ലേ എന്ന് പറയുമ്പോൾ അത് 0.55 ഇൻറ്റു 10⁻⁻⁶ ആയിട്ട് മാറിയില്ലേ എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം അവിടുത്തെ ലീസ്റ്റ് കൗണ്ട് പറയുന്നത് നമ്മുടെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റിന് തുല്യമാകുമ്പോൾ അത് ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁻⁶ മീറ്റർ ആയിട്ട് മാറി. യെസ്, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അപ്പോൾ ഒരു മീറ്ററിനെ നമുക്ക് വേണമെങ്കിൽ സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. സോ ഇൻറ്റു 10² സെൻറ്റിമീറ്റർ ആയി മാറി. സോ 10⁻⁻⁴ സെൻറ്റിമീറ്റർ ആയി മാറി. യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0.0001
1 എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് മാറി. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എമംഗ് ദ ത്രീ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ദിസ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. സോ വി ക്യാൻ അഷ്വർ അബൌട്ട് ദാറ്റ് വൺ മോസ്റ്റ് പ്രിസൈസ് മെഷർമെൻറ്റ് ഫ്രം ദിസ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. സോ സി ഇസ് ദി ആൻസർ. We can move to the 2.7. A student measures the thickness of a human hair by looking it through a microscope of magnification 100. He takes 20 observations and finds the average width of the hair in the field of view of the microscope is 3.5 millimeter. Then what is the estimate on the thickness of the hair? അപ്പം മാഗ്നിഫൈഡ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3.5 മില്ലിമീറ്റർ. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ മനസ്സിൽ വരേണ്ട ഒരു സിമ്പിൾ റിലേഷനാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ പറയാം thickness of the image division by thickness of the object. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ thickness of the object ആണ്. അപ്പോൾ thickness of the object എന്ന് പറയുന്നത് thickness of the image division by magnification. So that is under consideration. So thickness of the image എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3.5 millimeter ആണ്. That division by 100 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 0.035 millimeter. So that is a very important one. So answer നമുക്ക് കിട്ടിക്കഴിഞ്ഞു. So we can move to the next one. 2.8. You are given a thread and a meter scale. How will you estimate the diameter of the thread? വളരെ ബ്രെയിൻഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ എളുപ്പ വഴി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് സ്കെയിൽ തന്നെ നമുക്കെടുക്കാം. മീറ്റർ സ്കെയിലും ത്രെഡും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മീറ്റർ സ്കെയിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു 1 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ ത്രെഡിനെ അതിലേക്ക് ചേർത്ത് നമ്മുടെ ടേൺസുകളായിട്ട് അതിനെ ഒന്ന് ചുറ്റിയെടുത്ത്, അപ്പോൾ അടുത്തടുത്തായിട്ട് അതിനെ നമ്മൾ വരിഞ്ഞെടുക്കുക. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു 2 സെൻറ്റിമീറ്റർ ഹോൾ നമുക്ക് വരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്ര ടേൺസ് ഉണ്ടെന്നിരിക്കട്ടെ, n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അതിന് L എന്ന് പറയുന്ന ലെങ്തിലാണെങ്കിൽ നമുക്കറിയാം അതിനെല്ലാം ഡയമീറ്റർ എന്ന് പറയുന്നത് വ്യക്തതയോടെ അല്ലേ, ഡയമീറ്റർ അല്ലേ നമുക്ക് മെഷർ ചെയ്യേണ്ടത്. യെസ്, അപ്പം ആ തിക്നെസ് ഉണ്ട് എത്ര ടേൺസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ഡയമീറ്റർ നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലേ. ഡയമീറ്റർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ആ ലെങ്ത് ഡിവിഷൻ ബൈ നമ്പർ ഓഫ് ടേൺസ് എടുത്താൽ പോരെ. സോ ദാറ്റ് ഈസ് ഇൻ സെൻറ്റിമീറ്റർ. സോ വളരെ ബ്രെയിൻഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ആ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്ക്രൂ ഗേജ് ഹാസ് എ പിച്ച് ഓഫ് 1 millimeter. ഇപ്പോൾ പിച്ച് എന്ന് പറയുമ്പോൾ ഓർക്കണേ അത് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ ആണ്. ആൻഡ് 200 on the circular scale. Do you think it is possible to increase the accuracy of the screw gauge arbitrarily by increasing the number of divisions on the circular scale? നമുക്കറിയാം ലീസ്റ്റ് കൗണ്ട് സാധാരണ രൂപത്തിൽ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഇൻവേഴ്സ്ലി നമുക്ക് പറയാം ആക്യുറസി എന്ന് പറയുന്നത് കൂടുന്നു എന്ന് നമുക്ക് പറയാം. ഡിപ്പെൻഡ്സ് അപ്പോൺ അതർ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇവിടുത്തെ ലീസ്റ്റ് കൗണ്ട് കുറയ്ക്കണം എന്ന് പറയും. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ബൈ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻസ്. അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻസ് കൂട്ടാനാണ് പറയുന്നത്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ത് ചെയ്യുന്നു? പറയുന്നു ആക്യുറസിയെ നമുക്ക് കൂട്ടുന്നു എന്ന് പറയാം. അത് ഉറപ്പിച്ച് ഉത്തരം അങ്ങനെ തന്നെ. പക്ഷെ അതിനകത്തുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ദർ ഇസ് എ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി. വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഓൺ ദാറ്റ്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇഫ് ദ നമ്പർ ഓഫ് ഡിവിഷൻസ് ഈസ് ലാർജ് ഇൻ ദ പ്രസന്റ് കേസ്, then the nearest divisions on the circular scale will not be easily distinguishable. So that is a very important one. So any two nearest divisions on the circular scale will not be easily distinguishable. വളരെ പ്രധാനപ്പെട്ട കേസാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫക്ട്സ് അതിനകത്ത് വരുന്നുണ്ട്, അത് ഓർത്തിരിക്കുക.
Next one, the mean diameter of a thin brass rod is to be measured by a vernier caliper. Why? A set of 100 measurements of the diameter is expected to yield a more reliable estimate than a set of 5 measurements only. ഇപ്പോൾ നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, സപ്പോസ് നമുക്കൊരു ഒരു ത്രെഡ് ഉണ്ട്, ഇതിൻ്റെ ലെങ്ത് അളക്കണം. അപ്പോൾ നമ്മൾ ഒരു വാല്യൂ തന്നെ എടുത്തു എന്ന്, ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വാല്യൂ 4 സെൻറ്റിമീറ്റർ നോട്ടെ, പല മെഷർമെൻറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ വാല്യൂ 246 ആണെന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആവറേജ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചപ്പോഴേ നമുക്ക് 4 എന്ന് കിട്ടി. അപ്പോൾ ഈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എറേഴ്സ് വിൽ ഹാപ്പൻ. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. നമ്മുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് അതാണ്. അപ്പം മോർ നമ്പർ ഓഫ് നമ്മുടെ റീഡിങ്സ് എടുത്ത് നമ്മുടെ ആവറേജ് വാല്യൂ കാണുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എറേഴ്സ് വിൽ ഹാപ്പൻ. അങ്ങനെ എറേഴ്സ് കുറയ്ക്കുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ റാൻഡം എറേഴ്സിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നത് വഴി നമ്മുടെ എറേഴ്സിനെ കുറയ്ക്കുവാൻ ഉള്ള ഓപ്ഷൻ കിട്ടും. So that is a very important point. So we can say 100 measurements are more reliable than 5 measurements. We can distribute the errors among the measurements and hence we can reduce the errors. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. Number 2.9. The photograph of a house occupies an area 1.75 centimeters square on a 35 mm slide. The slide is projected onto a screen and the area of the house on the screen is 1.55 meters square. What is the linear magnification of the projector screen arrangement? അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് നമുക്കത് ആൻസറിലേക്ക് വരിക? അപ്പോൾ നമുക്കിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേം വരികയാണ്, സെക്കൻഡ് ഇയർ പഠിക്കുന്നതാണ്, ഏരിയൽ മാഗ്നിഫിക്കേഷൻ. ഈ ഏരിയൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയേണ്ടത് area of the image division by area of the object. So that is a very important one. പക്ഷേ സാധാരണ കേസിൽ സാധാരണ മാഗ്നിഫിക്കേഷൻ, ഇപ്പോൾ നമ്മൾ ലെൻസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കണ്ടീഷനാണ്, അത് വെച്ച് നമുക്ക് അതിനെ ഒന്ന് മനസ്സിലാക്കാം. സോ ഇങ്ങനെ ഒരു ഓബ്ജക്റ്റ് വെച്ചു നമുക്ക് കിട്ടിയ ഇമേജ് ഇങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന ഒരു കൺസെപ്റ്റാണ് സാധാരണ മാഗ്നിഫിക്കേഷൻ. സോ ദാറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് എന്ന് പറയും. ഏരിയൽ മാഗ്നിഫിക്കേഷൻ ആണെന്ന് പറയുന്നത് സാധാരണ മാഗ്നിഫിക്കേഷൻ്റെ സ്ക്വയർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് നമുക്ക് സെക്കൻഡ് ഇയറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ്. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ലീനിയർ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എം സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ഇമേജ് ബൈ ഏരിയ ഓഫ് ദ ഓബ്ജക്റ്റ് അല്ലേ. സോ ടേക്ക് ദ വാല്യൂ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ഇമേജ് ഡിവിഷൻ ബൈ ഏരിയ ഓഫ് ദ ഓബ്ജക്റ്റ് ആയി മാറുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഏരിയ ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് 1.55 മീറ്റർ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് ഡിവിഷൻ ബൈ ഏരിയ ഓഫ് ദ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് 1.75 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. അതിന് നമുക്ക് റൈസ് ടു -4 മീറ്റർ സ്ക്വയർ ആയിക്കൂടെ. സോ നമുക്ക് റൂട്ട് എടുത്ത്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത്, സോ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ റൂട്ട് എടുത്തു കഴിയുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ആസ് 94.1. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. സെക്കൻഡ് ഇയറിലാണ് അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ 9 ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്തു. സോ വി ക്യാൻ വെയിറ്റ് ഫോർ ദ സെക്കൻഡ് വീഡിയോ ഫോർ ദ നെക്സ്റ്റ് നമ്മുടെ 10 മുതലുള്ള ക്വസ്റ്റ്യൻസ്. സോ ഡിയർ സ്റ്റുഡൻസ്, ട്രൈ ടു വർക്ക് ഔട്ട് ആഫ്റ്റർ ജസ്റ്റ് വ്യൂയിങ് ഇറ്റ്. അതോടൊപ്പം നിങ്ങളുടെ നല്ല കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും കൂടെ ഓർക്കുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.